ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചെമ്മീൻ ബിരിയാണിയാണ്. അതിന് 1 കിലോ ചെമ്മീൻ ഞാൻ നന്നായി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എടുത്തത് ഇതുപോലത്തെ 4 ഗ്ലാസ് ജീരകശാല റൈസാണ്. ഇതാണ് ജീരകശാല റൈസ്. ഇതിൽ 4 ഗ്ലാസ്സാണ് എടുത്ത് വെച്ചത്. അതിന് ഞാനൊരു 7 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടാണ് ഞാനത് വേവിക്കും. റൈസിൽ ഞാൻ ചേർക്കുന്നത് 2 ചെറിയ ബേ ലീഫ്, ഇതെല്ലാം നമ്മളെ തന്നെയാണ്. പിന്നെ 2 പട്ട, ചെറിയ പീസ് 2 പട്ട, 1 സ്റ്റാർ, പിന്നെ കുറച്ച് ഗ്രാമ്പൂവും പട്ടയും, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഇല്ല, അതിൽ കുറവായിട്ട് പിന്നെ സാജീരക, ഇതുമെല്ലാണ് ഞാൻ റൈസിൽ ചേർക്കുന്നത്. പിന്നെ ഗീ ചേർക്കും. ഇത് നാടൻ ഗീയാണ്. അത് ഞാൻ അതിന് നോക്കിയ ആവശ്യത്തിന് ചേർക്കാം. നമുക്ക് ചെമ്മീൻ മാരിനേറ്റ് ചെയ്ത് വെക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 ടീസ്പൂണ് കാശ്മീരി ചില്ലി എടുത്തിട്ടുണ്ട്, ഒരു 1/2 ടീസ്പൂണ് ഗരം മസാല, പിന്നെ ഇത് നമ്മളെ സ്പെഷ്യൽ മസാലയാണ്. ഇത് പെരിഞ്ജീരകം, മല്ലി, മുളക് എല്ലാം കൂടെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുത്ത് വെച്ചാണ്. കുറച്ച് പിന്നെ ഇത് കുരുമുളക് പൊടി, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ ഇത് ഗരം മസാല എല്ലാം കൂടി നമുക്കിത് മാരിനേറ്റ് ചെയ്താൽ പാകത്തിന് ഉപ്പ് ഇട്ടിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഇതിൽ ലെമൺ ജ്യൂസും ആക്കുന്നുണ്ട് കേട്ടോ. ഒരു ഹാഫ് ലെമൺ എടുത്തിട്ടുണ്ട്, അതിൻ്റെ ജ്യൂസാണ് ഇത്. ഇതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കുക. പാകത്തിന് ഉപ്പും ഇട്ടുക. ഒന്ന് ഞാൻ കാണിക്കാൻ മറന്നത്, ഇതിൽ 1 ടീസ്പൂൺ എരിവുള്ള മുളകും കൂടി ഇട്ടിട്ടാണ് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. നമുക്ക് റൈസ് ഉണ്ടാക്കുക. ഒരു സ്പൂണ് ഗീ ഇടുന്നുണ്ട്. അതിലേക്ക് സ്പൈസസ് എല്ലാം ഇടുന്നുണ്ട്. ഈ റൈസ് ഞാൻ 5 മിനിറ്റ് കുതിരാൻ വെച്ചതേ ഉള്ളൂ കേട്ടോ. ഇതൊന്ന് നല്ലോണം വാടി വരണം, നല്ല ഒന്ന് ഡ്രൈ ആയി വരണം. എന്നിട്ടാകുമ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കുക. ആ റൈസ് നന്നായിട്ട് ഡ്രൈ ആയ ആ ഗീയിൽ നന്നായി ഡ്രൈ ആയി. ഇനി നമുക്ക് വെള്ളം ഒഴിക്കുക. 7 ഗ്ലാസ് വെള്ളമാണ്. 4 ഗ്ലാസ് അരിക്ക് 7-7.5 ഗ്ലാസ് മതിയാവും. 7 മതിയാവും എന്ന് എനിക്ക് തോന്നിയത്. 7 ഗ്ലാസ് തിളച്ച വെള്ളമാണ് ഇതിലേക്ക് ഒഴിക്കുന്നത്. ഉപ്പ് ഇപ്പം പാകത്തിനിടണേ. ഏഴ് ഗ്ലാസ് തന്നെ മതിയാവും. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ലെമൺ ജ്യൂസ് ഒഴിക്കുന്നുണ്ട്. അത് ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ്. കുറച്ച് ലെമൺ ജ്യൂസും നന്നായി അടുത്ത് വെച്ച് ലോ ഫ്ലെയിമിൽ. ചെമ്മീൻ ബിരിയാണിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇത് പിന്നെ ഒരു മീഡിയം സൈസ് സവാളയാണ് ചെറുതായി കട്ട് ചെയ്ത്. ഇതെല്ലാം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് കിസ്മിസ് ഉണ്ട്, കുറച്ച് കാഷ്യൂസ് ഉണ്ട്. ഇതെല്ലാം നമുക്ക് ഒന്ന് എണ്ണയിൽ റോസ്റ്റ് ചെയ്തിട്ടെടുക്കാം. സ്പൂണ് ഗീയും അതിൽ കുറച്ച് ഞാൻ വെളിച്ചെണ്ണയും കൂടിയാണ് മിക്സാക്കുന്നത്. ഇതെല്ലാം നമുക്ക് ഇതിലാണ് ഇനി ഫ്രൈ ചെയ്തെടുക്കുന്നത്. ആദ്യം കിസ്മിസ് എടുത്ത കാഷ്യൂസ്, ഇനി സവാള. ഞാൻ വീഡിയോ ലെങ്ത് ആകുന്നതുകൊണ്ടാണ് ഇത് വറുത്ത് കോരുന്നതൊന്നും കാണിക്കാത്തത്. കണ്ടാ, സവാളയെ നന്നായി ബ്രൗൺ കളറാക്കി എടുത്ത് എണ്ണ കുറച്ച് ഒഴിച്ചത് കൊണ്ടാണ് ഇത് മൊരിഞ്ഞ് വരാൻ വേണ്ടിയിട്ട് താമസിച്ചത്. നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ച ചെമ്മീൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചെമ്മീൻ ഫ്രൈ ആയ നല്ല പോലെ ഫ്രൈ ആവുമെന്ന് വേണ്ട കേട്ടോ, ഒരു വിധത്തിൽ ആവേ വേണ്ടു. ചെമ്മീന് പൊതുവേ അത്രയല്ലേ വേവുള്ളൂ. ഇനി നമുക്കിതിൻ്റെ മസാല റെഡിയാക്കാം. ഇതിന് വേണ്ടുന്ന മസാലകൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ മസാലകൾ തന്നെയാണ് എടുക്കുന്നത്, പൊടികളെല്ലാം. പിന്നെ ഇത് ജിഞ്ചർ ഗാർലിക്, അത് ഞാൻ പേസ്റ്റ് ഞാൻ ഇതിൽ മാരിനേറ്റ് ചെയ്യുമ്പോൾ പിന്നെ ഇതിൽ വെച്ചിട്ടുണ്ട്, ചെമ്മീനിൽ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേങ്കിൽ അത് ഞാൻ കാണിക്കാൻ വിട്ടുപോയിന്. ഇതിന് പിന്നെ ഞാനൊന്ന് നല്ലോണം ഒന്ന് ക്രഷ് ചെയ്തിട്ടെടുക്കുവാണ്. അതിൽ പച്ചമുളക് ഇടേണ്ടത് കൊണ്ടാണ് ഇങ്ങനെ ആക്കിയിട്ടെടുത്തത്. ഇത് നമുക്കിതിൽ ക്രഷ് ചെയ്തിട്ടെടുക്കുക. പിന്നെ വേണ്ടുന്നത് ഒരു വലിയ സവാളയാണ്. മസാലക്ക് വലിയ സവാളയും 2 ചെറിയ തക്കാളിയും മല്ലിയിലയും പുതിനയും ഇതെല്ലാമാണ് വേണ്ടത്. ഇനി നമുക്കത് വഴറ്റിയെടുക്കാം. ഇത് വെളുത്തുള്ളി ഇഞ്ചി ക്രഷ് ചെയ്ത് വെച്ചതാണ്. പച്ചമുളക് ഇതാദ്യം ഒന്ന് വഴച്ചാൽ ഇതൊന്ന് കുറച്ച് വഴന്ന് വന്നിട്ടാകുമ്പോൾ നമുക്ക് സവാള ഇടാം. സവാള ഒന്ന് ശരിക്ക് വഴന്നിട്ടാകുമ്പോൾ തക്കാളി ഇടാം. സവാള നന്നായിട്ട് ഫ്രൈ ആയ ഇനി നമുക്ക് വഴന്ന് വന്നു. ഇനി നമുക്കിത്
തക്കാളി ഇടുക. തക്കാളി ഒന്ന് വഴന്നിട്ടാകുമ്പോൾ ഞാൻ മസാലകളെല്ലാം ഇട്ടിട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിക്കണം. ചൂടുവെള്ളത്തിലാണ് ഇത് വേവിക്കേണ്ടത്. നമുക്ക് മസാലകളെല്ലാം ഇടാം. എന്നിട്ട് ഞാൻ ചൂടുവെള്ളം ഒഴിക്കുന്നുണ്ട്. ചൂടുവെള്ളം ഒഴിച്ചിട്ട് വേവാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ ഞാൻ പാകത്തിന് ഉപ്പിട്ടിട്ടുണ്ട്. മസാലകളെല്ലാം നന്നായിട്ട് വെന്ത് വറ്റിയ ഇനി നമുക്ക് ചെമ്മീനിടാം. അതിൻ്റെ കൂടെ ഒരു ലേശം പുതിനയിലയും മല്ലിയിലയും ഇതൊന്ന് മിക്സാക്കിയിട്ട് ഒന്നൊരു 2 മിനിറ്റ് ഒന്ന് വെന്താൽ ഓക്കെ ആയി, മസാലയായി. അപ്പോൾ നമ്മളെ റൈസെല്ലാം റെഡിയായി വന്നേ. റൈസിൽ ഞാൻ ചെറിയൊരു പീസ് ക്യാരറ്റ് ഇട്ടിട്ടുണ്ട്. അത് തികച്ചും ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ഇട്ടാൽ മതി കേട്ടോ. ഇത് നമുക്കിത് ദമ്മിടാം. ആദ്യം ഞാൻ കുറച്ച് റൈസ് ഇട്ടിട്ടാണ് ഇടുക. ചിലർ ആദ്യം തന്നെ ചെമ്മീനാണ് ഇടൽ. ഞാൻ കുറച്ച് റൈസ് ഇട്ടിട്ടാണ് ഇടലേ, അല്ലെങ്കിൽ ചെമ്മീൻ ഇതായിപ്പോവും, അടിക്ക് ഇതായി പറ്റിപ്പിടിക്കും. ചെമ്മീനിടും. ഇത് 2 പ്രാവശ്യമായിട്ട് ഇടാനേ ഉണ്ടാവില്ല. ശരിക്കും ചെമ്മീൻ ചിലരിത് ഫുള്ള് ഒന്നിച്ചിട്ടിട്ട് അങ്ങനെയാണ് ആക്കുക, എന്നിട്ട് അത് മിക്സ് ആക്കുക. ഞാനിത് 2 ഇതിലായിട്ട് 2 ലെയറായിട്ട് ഇടുവാന്നേ. അതിൻ്റെ മേലെ കുറച്ച് പുതിനയില നമ്മളത് സ്വന്തമാണ്. തക്കാളി, പുതിന, ഇഞ്ചി, പച്ചമുളക് ഇതൊക്കെ നമ്മളെ സ്വന്തമാണ്, നമ്മൾ തന്നെ നട്ടുണ്ടാക്കിയത്. അതിലേക്ക് കുറച്ച് കാഷ്യൂസും കുറച്ച് കിസ്മിസും എല്ലാം കുറച്ചിടണേ. ഇതിൻ്റെ മേലെ വീണ്ടും ഞാൻ റൈസ് ഇടുന്നുണ്ട്. ഇനി ഇതിൻ്റെ മേലെ ആദ്യം ആ മസാലകളിടും, ചെമ്മീൻ്റെ മസാല ഇടും. എന്നിട്ട് അതിൻ്റെ മേലെ റൈസ് ഇട്ടിട്ടാണ് ഫുള്ള് ഇതെല്ലാം ഡെക്കറേറ്റ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ മേലെ ചെമ്മീനിടും. ഞാൻ തൊട്ട് മേലെ എല്ലാം അതുപോലെ ഡെക്കറേറ്റ് ചെയ്തു. ഇനിയിപ്പോൾ ഇതിലേക്ക് റോസ് വാട്ടറിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ആക്കിയിട്ട് ഒരു കളറിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കലുണ്ട്. ലേശം മതി. എന്നിട്ടാകുമ്പോൾ കുറച്ച് അതിൻ്റെ മേലെ കുറച്ച് ഗീ ഇടുക. എന്നിട്ട് നമുക്കിത് ദം ചെയ്തെടുക്കുക. ഒരു 15 മിനിറ്റ്. ഇതാ പഴയ ഒരു ദോശക്കല്ല് വെക്കുക. അത് നല്ലോണം ചൂടായിട്ടാകുമ്പോൾ അതിൻ്റെ മേലെയാണ് ഇത് വെക്കുന്നത്. എന്നിട്ട് ആദ്യം ഒന്ന് മീഡിയം ഫ്ലെയിമിലിടും, പിന്നെ ലോ ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റ്. അപ്പോഴത്തേക്ക് നല്ല റെഡിയായി മിക്സായി വന്നിട്ടുണ്ടാവും. നമ്മുടെ ദം ചെയ്ത ചെമ്മീൻ ബിരിയാണി റെഡിയായേ. നമുക്കിത് സെർവ് ചെയ്യേണ്ട വിധത്തിലെടുക്കുക. ചെമ്മീൻ ബിരിയാണി റെഡിയായേ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒരു ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും എല്ലാം ചെയ്യണേ. ഓക്കെ, താങ്ക് യു.